ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടാക്കിയാലോ? അപ്പൊ നമ്മൾക്ക് തുടങ്ങാം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എൻ്റെ പഴയ ബുക്കിന്റെ കുറച്ച് കട്ടിയുള്ള കവർ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് സ്റ്റിക്കർ വരയ്ക്കാൻ വേണ്ടി A4 പേപ്പർ എടുത്തിട്ടുണ്ട്, ക്ലിയർ ടേപ്പ് എടുത്തിട്ടുണ്ട്, സിസേഴ്സ്, പെൻസിലും കളർ പെൻസിലും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളുടെ ബുക്കിന്റെ കവറിൽ ഫുള്ളായിട്ട് ക്ലിയർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിത് ഒട്ടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എളുപ്പമാണ്, പക്ഷേ ഈ ടേപ്പിന്റെ റോള് വലുതായതുകൊണ്ട് എനിക്ക് അപ്പൻ്റെ ഹെൽപ്പും വേണ്ടി വന്നു. ചിലത് ഞാൻ ഒട്ടിക്കുമ്പോൾ ചെരിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ മണ്ടേ കൂടെ ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ മൊത്തം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, ചിലയിടത്ത് പ്ലാസ്റ്റർ ചുളുങ്ങി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾക്ക് A4 പേപ്പർ എടുത്ത് നമ്മളുടെ സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കാം. ഞാനിത് കുറച്ച് സമയം എടുത്താണ് വരച്ചത്. നിങ്ങൾക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് വരച്ചെടുക്കാം. ഞാനിത് ഗൂഗിളിൽ സ്റ്റിക്കർ ഇമേജസ് നോക്കിയിട്ടാണ് വരച്ചെടുത്തത്. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് വരച്ചാൽ മതി. ഞാൻ ആദ്യം പെൻസിലും കൊണ്ട് വരച്ചിട്ടാണ് ബ്ലാക്ക് കളറും കൊണ്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റിക്കറാണ് ഇഷ്ടമായത് കമന്റ് ചെയ്യണേ. എനിക്ക് ആ ക്യൂട്ട് കുഞ്ഞു പൂച്ചയാണ് ഇഷ്ടമായത്. കളർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഭംഗിയുണ്ടോന്ന്. ഞാൻ ആ കുഞ്ഞു പൂച്ചേനെ കുറെ ഇറേസ് ചെയ്തിട്ടാണ് വരച്ചെടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വരച്ചെടുക്കാൻ പറ്റും, കുറച്ച് ക്ഷമയോടിരുന്ന് മെല്ലെ വരയ്ക്കണം. ഞാനിപ്പോൾ വരച്ചോണ്ടിരിക്കുന്നത് സ്റ്റിക്ക് ഐസ് വരയ്ക്കാനായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പം. എല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കണേ, കമന്റും ചെയ്യണേ. നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് തരുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ സ്റ്റിക്കേഴ്സ് എല്ലാം ഭംഗിയായി കളർ ചെയ്തെടുക്കാം. ഇതാ നമ്മളുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് കളർ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഓരോന്നോരോന്നായി മുറിച്ചെടുക്കാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പൂച്ചേനെ ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാവേ. ക്ലിയർ ടേപ്പ് സ്റ്റിക്കറിന്റെ സൈസിൽ മുറിച്ചെടുക്കാം, എന്നിട്ട് വെട്ടി വെച്ചേക്കുന്ന സ്റ്റിക്കറിന്റെ മേളിൽ കൂടെ ഒട്ടിക്കാം. ഇനി നമ്മൾക്ക് സ്റ്റിക്കറിന്റെ ഓൾമോസ്റ്റ് ഷേപ്പിൽ കുറച്ച് ദൂരം വിട്ടിട്ട് മുറിച്ചെടുക്കാം. കറക്റ്റ് ഷേപ്പിൽ മുറിക്കല്ലേ, കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം മുറിക്കാൻ. ഇത് കണ്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്? ഇതുപോലെ ചെയ്യണേ, എന്നാലേ നമ്മളുടെ സ്റ്റിക്കർ ഒട്ടത്തുള്ളൂ. അപ്പൊ നമ്മളുടെ കുഞ്ഞുപൂച്ച സ്റ്റിക്കർ റെഡി ആയേ. ഇനി നമ്മൾക്ക് എല്ലാ സ്റ്റിക്കേഴ്സും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ എളുപ്പമല്ലേ. ഇനി എൻ്റെ പൂച്ചക്കുട്ടീനെ ഞാൻ ബുക്കിൽ ഒട്ടിച്ച് കാണിക്കാവേ. സ്റ്റിക്കർ പഠിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് പറിക്കണേ. എങ്ങനെയുണ്ട് പൂച്ചക്കുട്ടി എൻ്റെ പച്ച ബുക്കിൽ ഇരിക്കുമ്പോ? എന്തൊരു ക്യൂട്ടാണല്ലേ. അപ്പൊ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഇഷ്ടമായോ? താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.